ചേട്ടന്റെ പേരെന്താ? പവിത്രൻ. പവിത്രേട്ടൻ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാക്കി ബസ്സുകളിലൊക്കെ, KSRTC ബസ്സുകളിൽ, ഓർഡിനറിയില്. അപ്പോ നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്റെ ഇപ്പൊ നല്ല അഭിപ്രായമാണ്, നല്ല തീരുമാനം അത്. എന്ന് പറഞ്ഞാല് ചെറിയ ഈ ലോട്ടറി വിട്ട് ജീവിക്കുന്നവരുണ്ട്. ആ ഡെയിലിക്ക് അവർക്ക് 25-30 ചിലപ്പോ ഡെയിലി റൂട്ട് മാത്രം. ഞാൻ കണ്ടു 28 രൂപ ബസ് ചാർജ് ഉണ്ട് പോലും. അപ്പൊ അങ്ങോട്ട് അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോ 56 രൂപ കിട്ടി. അപ്പൊ അത് സേവ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പൊ ഈ സൗജന്യ യാത്ര കൊടുക്കുന്നതാണോ നല്ലത്, അല്ലെങ്കിൽ അതിന് പൈസ വാങ്ങിയിട്ട് അതിനനുസരിച്ച് സർവീസ് കൊടുക്കുന്നത് നല്ലത്? സൗജന്യ യാത്ര നല്ലത്. കണ്ണൂർ മൗണ്ട്. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് രാജേഷ്. രാജേഷ്, എന്താണ് ഈ സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര KSRTC ഓർഡിനറിയില്? അപ്പൊ ഇത് എല്ലാ ബസ്സുകളിലും വേണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചേട്ടന്റെ അഭിപ്രായം? എല്ലാ ബസ്സുകളിലും വേണമെന്ന് പറയുമ്പോ അത് നമുക്ക് ഒരു ഭയങ്കരമായ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കും. പുതിയ ബസ് വാങ്ങിയവർക്കല്ലോ, തൊഴിലാളികൾ വെച്ച് പണിയെടുക്കുന്ന സമയത്ത് അവർക്ക് സാമ്പത്തികമായിട്ട് നഷ്ടങ്ങൾ വരും. KSRT പോലുള്ള സംഭവത്തിൽ അങ്ങനെ വലിയ ബാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. KSRTC എല്ലാ റൂട്ടുകളിലും ഇല്ല, എപ്പോഴും ഇല്ല. അപ്പൊ ആ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. എന്താ, റൂട്ടുകളില് പുതിയ റൂട്ട് കൂടി അനുവദിക്കുമ്പോ ആ ഭാഗത്ത് കൂടി സ്ത്രീകൾക്കുള്ള ഇത് കിട്ടുമല്ലോ. അതല്ല, KSRTC എല്ലാ റൂട്ടുകളില്ല. ഒരുപാട് ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകളാണ്, എല്ലാ റൂട്ടുകളിലും ഇല്ല. അപ്പോ പ്രൈവറ്റ് ബസ്സുകൾ നശിച്ചു പോവുകയാണെങ്കിൽ ജനങ്ങള് കഷ്ടപ്പെടുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സൗജന്യ യാത്രയില് ജനങ്ങൾക്ക് ഗുണമാണോ ഉണ്ടാകുന്നത്? ജനങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. കാരണം എന്താ വെച്ചാല് സൗജന്യ യാത്ര മറ്റേ പ്രൈവറ്റ് ബസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോ സൗജന്യ യാത്ര എല്ലാവർക്കും കിട്ടൂലല്ലോ. ഇല്ല, അതുകൊണ്ട് അത് ഗുണമുണ്ടാവില്ല. ചേട്ടന്റെ പേരെന്താ? സുകുമാരൻ ചേട്ടാ, ഈ KSRTC ഇപ്പൊ സൗജന്യ യാത്ര ആക്കിയില്ലേ? അപ്പൊ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? നല്ലതാണ്. അപ്പൊ ഈ പ്രൈവറ്റ് ബസ് കൂടുതൽ ലോങ് ട്രിപ്പ് നടത്തുന്ന ഗവൺമെന്റ് നഷ്ടപ്പെട്ടു. ഓർഡിനറി ചെറിയ ട്രിപ്പൊക്കെ പോകുന്നത് ഗുണം ചെയ്യും. അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഗുണമാണോ ദോഷമാണോ? പ്രൈവറ്റുകാർക്ക് ചില ദോഷം ഉണ്ടാവും. ചിലപ്പോ അവർ കുറച്ചുകൂടി നന്നായി സ്വഭാവം നന്നാക്കണം. പ്രൈവറ്റ് ബസ്സുകാർ കുറച്ചുകൂടി ഇതാകണം. ചേട്ടന്റെ പേരെന്താ? പ്രകാശ് ചേട്ടാ, നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സുകളില് അല്ല, സർക്കാർ KSRTC ബസ്സുകളില് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ സമൂഹത്തിനും നമ്മളെ കേരളത്തിലും? ഞാൻ ഈ പറഞ്ഞ പോലെ പാവങ്ങൾക്ക് കൊടുത്താൽ അത് ഗുണം ചെയ്യും. ഇത് ഉദ്യോഗസ്ഥകൾക്കെല്ലാം എന്തിനാണ്? അവർക്കെല്ലാം ഫ്രീ അല്ലേ, എന്നാ വൃദ്ധജനങ്ങൾക്കെല്ലാം കൊടുക്കറാ, ആണുങ്ങൾക്കെല്ലാം. ഇത് പ്രൈവറ്റ് ബസ്സിനെ തകർക്കൂ. അതില് ആരെങ്കിലും കയറുമോ? പിന്നെ ഒരു ബസ് ഫുള്ളായിട്ടാ വരുന്ന, ബാക്കിയുള്ള സ്ത്രീകൾക്കൊന്നും കയറാൻ കഴിയുന്നില്ല. ആണല്ലേ? പിന്നെന്താ, ബസ്സിന്റെ മേലെ വരെ ആളാ പെണ്ണുങ്ങള്, ബാക്കി പെണ്ണുങ്ങൾ അടിയ കയറി കുറെ തലയമ്മല. പിന്നെ എല്ലാ റൂട്ടുകളിലൊന്നും KSRTC ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് ബസ് തകർന്നു പോയാൽ പിന്നെ എന്താണ് മാർഗം എന്ന് പറയാൻ പറ്റും? പ്രൈവറ്റ് ബസ് തകർന്നു കഴിഞ്ഞാല് ഓരോരുത്തരെ ആത്മഹത്യക്ക് ശ്രമിക്കും. വേറെ എന്ത് അല്ലേ ഉണ്ടാവുക? അത് എന്റെ ചെറിയ ബുദ്ധിയില് വന്നത്. ഇനി ബാക്കി എന്റെ ചെറിയ ബുദ്ധിയില്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാക്കിയതില് ചേച്ചിയുടെ അഭിപ്രായം എന്താ? സന്തോഷം. ചേച്ചി എന്താണ് അഭിപ്രായം? സന്തോഷം. ബസ്സില്ല. ഓക്കെ. KSRTC സൗജന്യ യാത്രയെ കുറിച്ച് എന്താ, പേരെന്താ? KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നുണ്ട്, അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യും. പേരെന്താ? KSRTC സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. പ്രൈവറ്റ് മേഖല തകരുവോ അതോ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അത് അതിന്റെ ഓണറിനോട് ചോദിച്ചാലേ മനസ്സിലാൻ പറ്റും. നമുക്ക് എനക്കൊന്നും തകരൂലെന്നാന്ന് തോന്നുന്നു. ഓക്കെ. പേരെന്താ? റഫീഖ്. KSRTC സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ അതോ ദോഷം ചെയ്യോ? ഗുണം തന്നെയാണ്. പ്രൈവറ്റ് മേഖലയെ വെച്ച് അപേക്ഷിക്കുമ്പോ പ്രൈവറ്റ് മേഖലയ്ക്ക് ഒരു ഗുണക്കുറവൊന്നും വരുമൊന്നുമില്ല. അവർ വെറുതെ അങ്ങനെ പറഞ്ഞ് പഠിച്ചു വിടുന്നതാണ്. ഇപ്പോ ഞങ്ങൾ കുറച്ച് സ്ത്രീകളോടൊക്കെ ചോദിച്ചപ്പോ സൗജന്യ യാത്ര ഗുണം ചെയ്യും, പക്ഷെ ബസ്സില്ലെന്ന് പറയണം. ബസ്സൊക്കെ ഉണ്ടല്ലോ, പക്ഷെ എല്ലാ റൂട്ടിലും ഇല്ലെങ്കിലും ചില KSRTCന്റെ ആ ലൈനിൽ തന്നെ ഉണ്ടല്ലോ, ബസ് ഓടുന്നുണ്ടല്ലോ. അപ്പോ KSRTC സൗജന്യ യാത്ര കേരളത്തിന് ഗുണം ചെയ്യും. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ല ഗുണം ചെയ്യും.
ചേട്ടന്റെ പേരെന്താ? KSRTC സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യും. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? പേരെന്താ? അബ്ദുൽ ഖാദർ. KSRTCയുടെ സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? സംഭവം നല്ല തന്നെ. പക്ഷെ പുരുഷന്മാർക്കും കൂടെ അതിൽ പെടുത്തണം. ലിംഗസമത്വം എന്നല്ല എല്ലാരും പറയും. അത് ഇതും കൂടെ കാണണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതുപോലെ പ്രൈവറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാനുള്ളത്? എല്ലാവർക്കും വലിയ നഷ്ടമാണ് ഇത് വരാൻ പോകുന്നത്. കാരണം KSRTC സ്ത്രീകളോട് ബസ് മേഖല നഷ്ടത്തിലാണല്ലോ. ആ. അപ്പം പ്രൈവറ്റുകാർക്ക് വളരെയധികം തിരിച്ചടി വരും. KSRTCയിലെ സ്ത്രീകൾക്കുള്ള ഈ സൗജന്യ യാത്ര ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ്. 2-3 ദിവസം കാണുമ്പോൾ കാണാം. 2-3 മാസം കഴിയുമ്പോൾ അതിന്റെ ഇത് റിസൾട്ട് നമുക്ക് മനസ്സിലാവും. KSRTC സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യും? തീർച്ചയായിട്ടും ഗുണം ചെയ്യും. ഗുണം ചെയ്യും. കാരണം എന്തുകൊണ്ട്? സാധാരണ സ്ത്രീകളുണ്ട്, പല ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ആ. 9,000, 6,000 ആ. അവർക്ക് ഇത് പരമാവധി സേവ് ചെയ്യാൻ പറ്റും. ഒരു നിലനിൽപ്പ് പോലും അവതാളത്തിലാണ് ആ കുട്ടികളെ. വളരെ ദൂരത്ത് നിന്ന് യാത്ര ചെയ്യുന്നില്ലേ, അത് വലിയൊരു അനുഗ്രഹം അതുപോലത്തെ കുട്ടികൾക്ക്. പ്രൈവറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക? അത് വെറുതെ പറയുന്നത്. അതൊരിക്കലും പ്രൈവറ്റിന് ഒരിക്കലും അത് ബാധിക്കില്ല. പ്രത്യേകം മലയോര മേഖലയൊക്കെ കൂടുതൽ KSRTC ഇല്ല. അത് ഒട്ടുമിക്കലും പ്രൈവറ്റ് ആണ്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അവരെ കഞ്ഞൂടി മുട്ടുന്നൊക്കെ വെറുതെ പറയുന്നതാണ്. തീർച്ചയായിട്ടും KSRTCയിലെ ഇപ്പൊ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? എന്തായാലും ഗുണമല്ല ചെയ്യുന്നത്. എന്തുകൊണ്ട് ഗുണം ചെയ്യും? സ്ത്രീകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ആ. അവർക്ക് ഒരു മാസത്തിൽ 1,000 രൂപയെങ്കിലും സേവ് ചെയ്യാൻ പറ്റും. ആ. കൂടുതൽ സ്ത്രീകൾക്ക്. ആ. പിന്നെ കൂടുതൽ പേര് ജോലിക്കുള്ള ആവശ്യങ്ങൾക്ക് കണ്ണൂരിൽ അവിടെ ആയിട്ട് വരുന്നുണ്ട്. എന്റെ ആവശ്യത്തിൽ ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായത്തിൽ നല്ല പറയുന്നത്. അപ്പോ പ്രൈവറ്റ് ബസ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ എന്താണ് പറയാൻ പറ്റുക? പ്രൈവറ്റ് ഭാഗത്ത് ചിന്തിക്കുമ്പോണെങ്കിൽ ഇപ്പോ നമ്മളെ അയൽ സംസ്ഥാനമായ കർണാടക, തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ലേ, അവിടെല്ലോ സ്ത്രീകൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ യൂസ് ചെയ്യണോ? പ്രൈവറ്റ് ആരും നോക്കിയിട്ട് കാര്യമില്ല. അല്ല, ജനങ്ങൾക്ക് സേവനമുള്ള കാര്യങ്ങളല്ല ഗവൺമെന്റ് നമുക്ക് തരുന്നത്, നമ്മുടെ സർക്കാർ നമുക്ക് തരുന്നത്. നമ്മൾ അതല്ലേ യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ KSRTCയിൽ സൗജന്യ യാത്ര അപ്പോ ജനങ്ങൾക്ക് അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? KSRTC ബസ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു 100 ദിവസത്തെ കർമ്മ പദ്ധതിയാണെന്ന് പറയപ്പെടുന്നത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടില്ല. ഇത് ഗവൺമെന്റിന് നഷ്ടം സംഭവിക്കുകയും ചെയ്യുക. 216 കോടി ആളാണ് ഒരു ദിവസത്തെ നഷ്ടം. 216 കോടിയായിട്ടാണെന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഇത് വരുന്ന സമയത്ത് തന്നെ ജനങ്ങൾക്ക് 10 രൂപന്റെ ലാഭം കിട്ടും. മറിച്ച് ഈ പ്രൈവറ്റ് ബസ് അതപ്പതിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനെ കൊണ്ട് ആർക്കാ നേട്ടം ഉണ്ടാവുക? ജനങ്ങൾക്ക് നേട്ടം ഉണ്ടാവുക, അല്ല പിന്നെ ഗവൺമെന്റിന് നേട്ടം ഉണ്ടാവുക? ഇത് ആലോചിച്ചിട്ട് ഗവൺമെന്റ് അധികാരത്തിൽ വരൂല എന്നുള്ള ഒരു ഇതിനു വേണ്ടിയിട്ട് വാഗ്ദാനം കൊടുത്തു. ജനങ്ങൾ അവരെ വിജയിപ്പിക്കുകയും ചെയ്തു. ആ വാഗ്ദാനം പാലിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ KSRTC ബസ്സിൽ ഈ സൗജന്യ യാത്ര ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ സൗജന്യ യാത്ര കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല. ഗവൺമെന്റ് KSRTC കൂപ്പ് കുത്തുകയാണ് ചെയ്യുക. ദീർഘവീക്ഷണത്തിൽ ഗുണം ഉണ്ടാവോ ദോഷം ഉണ്ടാവോ? ദോഷം ഉണ്ടാവുക, ഒരു ഗുണം ഉണ്ടാവുന്നതില്ല. അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ബസ് നാമകേശമായിട്ട് ഈ ബസ് കാണുന്നില്ല. ഇപ്പൊ എത്ര ആളാണ് ഉള്ളത്? സ്ത്രീകൾ എത്രയാ ഉള്ളത്? അപ്പൊ ഇത് ഈ പ്രൈവറ്റ് ബസ് നശിക്കൂ, അതുപോലെ തന്നെ KSRTC നശിക്കൂ. KSRTC ജീവനക്കാർക്കുള്ള കഴിഞ്ഞ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും പിന്നെ ശമ്പളവും കാര്യങ്ങളും ഒക്കെ നിർത്തലാക്കപ്പെടും. ഒരു ഗുണം ഉണ്ടാവില്ല. പേരെന്താ? ആദം സാജിദ്. എന്താ പേരെന്താ ചേട്ടന്റെ? ശശിയേട്ടാ, ഈ KSRTCയിൽ ഇപ്പൊ സൗജന്യ യാത്ര കൊടുത്ത സ്ത്രീകൾക്ക് അത് നമുക്ക് കേരളത്തിന് ആളുകൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഗുണം ചെയ്യും. എന്തുകൊണ്ട് ഗുണം ചെയ്യും എന്ന് പറയാമോ? എന്ത് ഗുണം എന്ന് വെച്ചാല് ഫ്രീ അല്ലേ? ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആയതുകൊണ്ട് ഗുണം ചെയ്യും. ഓക്കെ. പേരെന്താ? ഹാരിസ്. നമ്മുടെ ഈ KSRTCയിലെ സൗജന്യ യാത്ര ഇപ്പൊ ഉണ്ടല്ലോ, അപ്പൊ അത് നമുക്ക് ദീർഘവീക്ഷണത്തിൽ ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? അത് എന്റെ അഭിപ്രായത്തില് എല്ലാവർക്കും കൊടുക്കണം എന്നാണ്. അതായത് പുരുഷ സ്ത്രീ ഇല്ലാതെ. കാരണം കുറച്ചാൾക്കാർക്ക് കൊടുത്തിട്ട് കുറച്ചാൾക്കാർക്ക് കൊടുക്കാതിരിക്കുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല പ്രവണത അല്ലാന്നില്ലേ. അപ്പൊ അത് പ്രൈവറ്റ് മേഖലയെ തകർക്കോ അല്ലെങ്കിൽ സംരക്ഷിക്കും? പ്രൈവറ്റ് മേഖല എന്തായാലും തകർക്കും. കാരണം ആ ഏരിയയിൽ ഉള്ള ബസ്സുകളിലും സ്ത്രീകളാണ് കൂടുതൽ യാത്ര ചെയ്യാറ്. അപ്പൊ എന്തായാലും പ്രൈവറ്റ് മേഖലയെ തകർക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല.
ഇപ്പൊ കൂടുതൽ ഇപ്പൊ ജോലി ചെയ്യുന്നവർക്ക് ഈ ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരായിരിക്കും ഇനി ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവര് സാധാരണ അവർക്ക് നല്ല സാലറി ഉള്ളിടത്ത് പിന്നെ അവർക്ക് അതിനെ കൊണ്ട് ഒരു ഇതുമില്ല. അവർക്ക് കിട്ടുന്ന ആ പൈസ ചിലപ്പോ ഒരു 50 രൂപ, ആ 50 രൂപ അവർക്ക് അധികം സേവിങ്സ് ആവും. അത്ര തന്നെ. അതൊരു സാധാരണക്കാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ടാവും. ഓക്കെ, താങ്ക് യു. പേരെന്താ? ഭാവന. KSRTC സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യും. എന്തുകൊണ്ട് ഗുണം ചെയ്യും? ജോലിക്ക് പോകുന്ന ആൾക്കെല്ലാം കൂടി നല്ലതായിരിക്കും. സ്ത്രീകൾക്ക് കൊടുക്കുന്നതിലും പ്രായമുള്ള ആൾക്ക് കോമൺ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ദീർഘവീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് കോമൺ ആയിട്ട് പ്രായമുള്ള വുമൻസിനും ജെന്റ്സിനും കൊടുക്കുന്നതായിരിക്കും നല്ലത്. പേരെന്താ? സംസന. ചേട്ടാ പേരെന്താണ്? എന്റെ പേര് രാജു. നമ്മളെ ഈ KSRTC സൗജന്യ യാത്ര നമുക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? തീർച്ചയായിട്ടും അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് എന്നല്ല പൊതുവെ നാട്ടിൽ തന്നെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായി. എന്തുകൊണ്ട് അങ്ങനെ പറയാം? എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണം എവിടെയും നഷ്ടപ്പെട്ടു പോകുന്നൊന്നുമില്ല. അത് സ്ത്രീകളുടെ കയ്യിൽ ഇപ്പൊ ഒരു ദിവസം ഒരു 50 റുപ്യ പിന്നെ ബസ്സിന് കൊടുക്കുകയാണെങ്കിൽ അത് ആ സ്ത്രീകളുടെ കയ്യിൽ 50 റുപ്യ കയ്യിൽ സ്റ്റോക്ക് തന്നെ വരും. അത് പിന്നെ മറ്റ് കടകളില് ചായക്കടയിലോ അല്ലെ സ്റ്റേഷനറി കടയിലോ അല്ലെങ്കിൽ അനാദിക്കടയിലോ അങ്ങനെയൊക്കെ അത് ചെലവായിട്ട് വരികയും ചെയ്യും. അപ്പോ സർക്കാരിന് എവിടെയാ നഷ്ടം വരുന്നത്? ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ പൈസ നമ്മുടെ നാട്ടിൽ തന്നെ അത് വിനിയോഗിക്കും. പ്രൈവറ്റ് മേഖലയ്ക്ക് ബാധിക്കുമോ? പ്രൈവറ്റ് മേഖലക്ക് ബാധിക്കാതിരിക്കൊന്നുമില്ല. അത് ബാധിക്കും. കാരണം കൂടുതൽ സ്ത്രീകൾ ഈ ബസ്സിനെ ആശ്രയിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് പോകുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അവരും ഈ പൈസ മിച്ചം പിടിക്കാൻ നോക്കുമല്ലോ. അപ്പൊ അവര് ഇതിലേക്ക് വരും. ചെറിയ തോന്നില്ല, അങ്ങനെ കൂടുതലായിട്ടൊന്നും ബാധിക്കും തോന്നില്ല. സർക്കാർ പ്രൈവറ്റുകാരെ സഹായിക്കേണ്ട ചുമതല സർക്കാരിന് ഉണ്ടാവുമായിരിക്കും അല്ലെ? പ്രൈവറ്റ് ബസ് മേഖല തകർന്നു പോകാൻ പാടില്ല. അത് നമുക്ക് അത് ശരിയാണ്. അത് തകർന്നു പോകാൻ പാടില്ല. അതിനെന്തെങ്കിലും ഒരു സംവിധാനങ്ങൾ വരുമായിരിക്കാം. അത്രയും നമുക്കിപ്പോ പറയാൻ പറ്റും. അങ്ങനെ കൂടുതലായിട്ട് ഇതിന് വലിയ ചാൻസ് ഇല്ലപ്പോ. അഥവാ വന്നെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും സൊല്യൂഷൻ കാണും. പേരെന്താ? എന്റെ പേര് ദാമോദരനാണ്. ചേട്ടാ ഈ നമുക്ക് KSRTC സൗജന്യ യാത്രയുണ്ട്, അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യുന്ന ചോദ്യം. അതായത് ഈ അതിനെ കൊണ്ട് വലിയൊരു ഗുണമൊന്നുമില്ല. കാരണം അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പം തന്നെ KSRTC വളരെ ഇതിലാണ് കൂടുന്നത്. അപ്പൊ അത് കൂടുതൽ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇപ്പം KSRTC കുറച്ച് മെച്ചത്തിലുണ്ടായിരുന്നു. ഈ നമ്മളെ ഇയാള് പിന്നെ KP ഗണേഷ് കുമാർ അതിലൂടെ അയാള് കുറച്ച് പിന്നെ 1-2 കൊല്ലമായി നഷ്ടത്തിലല്ലാത്ത മൊത്തത്തിൽ നഷ്ടമാണ്. പക്ഷെ ഒരു ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കൊടുത്തതോടുകൂടി ഈ പൈസ പിന്നെ ഗവൺമെന്റ് ഒന്നെങ്കിൽ ഗവൺമെന്റ് കൊടുക്കണം. അപ്പൊ ഗവൺമെന്റ് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് ആസ്തി കുറഞ്ഞ ആ പീരീഡിൽ ഇത് കൊടുത്തോണ്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഗുണമൊന്നുമില്ല. അതായത് എന്ന് പറഞ്ഞാൽ നിലവിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നുണ്ട്, അതുപോലെയില്ല. അതുപോലെ കഴിഞ്ഞ സർക്കാർ പിന്നെ ഈ പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾ 35 വയസ്സുള്ള 1000 റുപ്യ ആക്കിയിട്ട് 3-4 മാസം കൊടുത്തില്ല. അതിപ്പോ നിർത്തിയിട്ടേ ഉള്ളു. അതുപോലെ കൊടുത്തിട്ടുണ്ട്, ഉപകാരമാണ്. അല്ലാതെ കണ്ട് ഇത് പിന്നെ കൂടുതൽ ഒരു ഗുണമുണ്ട് എന്നൊന്നും എനിക്ക് പറഞ്ഞുകൂടെ. ഇതൊരു രാഷ്ട്രീയ സ്റ്റാൻഡാണ്. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. പേരെന്താ? KSRTC സൗജന്യ യാത്ര ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യും. എന്തുകൊണ്ട്? KSRTC സൗജന്യ യാത്ര ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ദോഷം ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? എന്താന്ന് വെച്ചാല് ഇപ്പോഴത്തെ പെട്രോളിന്റെ സംഭവങ്ങൾ നോക്കുമ്പോ പെട്രോളിന്റെ ഒക്കെ നോക്കുമ്പോ അപ്പൊ ദോഷം ചെയ്യുന്ന ചേട്ടൻ പറയുന്നത്. പേരെന്താ? രവീഷ് ബാബു. ഓക്കെ, താങ്ക് യു. ചേട്ടൻ പേരെന്താ? KSRTCയുടെ സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യും. എന്തുകൊണ്ട്? അത് എല്ലാവർക്കും സൗജന്യമായിട്ട് പോയ ആൾക്ക് ഗുണം ചെയ്യുന്നില്ല. എല്ലാവർക്കും യാത്ര സൗജന്യമായിട്ട് പോയ എല്ലാവരും ഗുണം ചെയ്യും. അപ്പൊ ഗുണം ചെയ്യുന്ന ചേട്ടൻ പറയുന്നത്. ഗുണം ചെയ്യും. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുണം ചെയ്യും. പേരെന്താ? KSRTCയുടെ ഈ സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ഗുണം ചെയ്യും. എന്തുകൊണ്ട് ഗുണം ചെയ്യും? ഗുണം ചെയ്താ പറയാ. പേരെന്താ? KSRTCയുടെ ഈ സൗജന്യ യാത്ര നമുക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ലേഡീസിന്റെ ലേഡീസിന്റെ സൗജന്യ യാത്ര
പരിധി വരെ പരിധിവരെ നല്ലതാണ്. സാധാരണക്കാർക്ക് ഒരു ഉപകാരമായി മാറുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. പേരെന്താ? സുരേഷ്. ചേട്ടന്റെ പേരെന്താ? രമേശ്. രമേശ് ചേട്ടൻ. എന്താണ് KSRTC ഇപ്പത്തെ ഈ സൗജന്യ യാത്ര? പോലത്തെ പ്രായമുള്ള കൂട്ടരെയും പിന്നെ അംഗവൈകല്യമുള്ള കൂട്ടരെയും മറ്റേ അവശനായ കൂട്ടരൊക്കെ കയറി പോകാനുള്ള ഒരു സിറ്റുവേഷനിൽ വേണ്ടത്. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് ആണുങ്ങൾക്കും കൂടെ വേണം, അതുപോലെ പ്രായമുള്ള കൂട്ടർക്കും എല്ലാവർക്കും അസുഖം ഇല്ലവർക്കും അങ്ങനെ എല്ലാവർക്കും വേണം. അങ്ങനെയുള്ള കൂട്ടർക്കല്ലേ വേണ്ടത്. പ്രായം കുറച്ച് കൂടുതലുള്ള കൂട്ടർക്കും മറ്റേ അംഗവൈകല്യം മറ്റേ പിന്നെ സുഖമില്ലാത്ത കൂട്ടർക്കെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുകയല്ലേ വേണ്ടത്. ഇത് പെണ്ണുങ്ങളെ മാത്രം ചെയ്തിട്ട് എന്താ കാര്യം? ഓക്കെ. KSRTC സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? തീർച്ചയായും ഗുണം ചെയ്യും. എന്തുകൊണ്ട് ഗുണം ചെയ്യും പറയാൻ പറ്റില്ല? കാരണം വെച്ചാല് ദിവസത്തിൽ പണിക്ക് പോകുന്ന കുറെ ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഒരു 300-400 രൂപക്ക് പിന്നെ ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ഒരു 100 രൂപ സേവ് ആന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായും നല്ലൊരു കാര്യമായിട്ടാണ് എന്റെ അഭിപ്രായത്തിൽ തോന്നുന്നത്. പേരെന്താ? KSRTC ഈ സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ദോഷം ചെയ്യും. എന്തുകൊണ്ടാ പറയാൻ പറ്റും? ദോഷം ചെയ്യുന്നത് എന്താ വെച്ചാല് കാരണം സ്ത്രീകൾക്ക് മാത്രമാണ്. ഒരു ഉദ്യോഗസ്ഥരായ സ്ത്രീകള് അതുപോലെ തന്നെ മറ്റുള്ളവര് ഇതിൽ കയറി പിന്നെ അവർക്ക് പിന്നെ ക്യാഷ് ഒന്നും കൊടുക്കണ്ടേ. അതായത് സാധാരണക്കാരായ പുരുഷന്മാര് കൂലിത്തൊഴിലാളികളായി. പക്ഷെ അവർക്ക് എന്താ രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ട് രീതിയിലുള്ള ഒരു സമീപനമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്റെ അഭിപ്രായം. പേരെന്താ? KSRTC സൗജന്യ യാത്ര ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? പ്രൈവറ്റ് ബസ്സിന് ശ്രീകാന്ത്. രക്ഷയില്ല, ദോഷം ചെയ്യോ? ദോഷം ചെയ്യും. പേരെന്താ? അരുൺ തോമസ്. KSRTC ഈ സൗജന്യ യാത്ര ജനങ്ങൾക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? ദോഷം ചെയ്യും. എന്തുകൊണ്ട്? പ്രൈവറ്റ് ബസ്സിൽ തീരെ ആള് കുറഞ്ഞു. പ്രൈവറ്റ് ആള് കുറയും. അപ്പൊ എന്താണ് അതിന് മാർഗം? ബസ്സിന് മെച്ചമില്ല. പ്രൈവറ്റ് മേഖല തകരുന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സിലെ ക്ലീനറാണ്. ആണല്ലേ? അക്ഷരയിലെ ക്ലീനറാണ്.